കേരള സ്റ്റോറി എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ടി വിയിലും സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും കാണുന്ന ഒരു പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ കേരള സ്റ്റോറിനെ ഒരു പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥ അതിക്രമിച്ചു കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. 100% ഞാൻ യോജിക്കുന്നു. കേരള സ്റ്റോറി 1 എന്ന് പറഞ്ഞ ആ ഒരു പടം ഞാൻ കണ്ടതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അതിന് കേരള സ്റ്റോറി എന്നൊക്കെ പേര് കൊടുത്തത് അന്നേ എനിക്ക് ശരിക്കും ഒരു അമർഷമുണ്ടായിരുന്നു. അങ്ങനെയൊന്നും കേരളത്തിൽ നടക്കില്ല എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയൊന്നും കേരളത്തിൽ നടക്കത്തില്ല എന്നും അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ അതൊക്കെ വളരെ പ്രൊപ്പഗണ്ട മൂവിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിനിടയ്ക്കാണ് ഇപ്പൊ കറക്റ്റ് ഇലക്ഷൻ വരുന്ന സമയത്ത് നോക്കിക്കണ്ട് കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞ രീതിയിൽ അടുത്തൊരു പടം കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അങ്ങനെ കേരള സ്റ്റോറി 2 വരുന്നു. അതിന്റെ ട്രെയിലറൊക്കെ ഇറങ്ങുന്നു. പിന്നെ അതിന്റെ പത്രസമ്മേളനമൊക്കെ കാണുന്നു. ഒരു മലയാളിയുമായിട്ട് ഒരു ബന്ധം പോലും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ ആരൊക്കെയോ ചേർന്ന് ആ പടം ഒരു പ്രൊപ്പഗണ്ട മൂവിയായിട്ട് അവതരിപ്പിക്കാനായിട്ട് പോകുന്നു. അതിനെ തുടർന്ന് വിവാദങ്ങൾ ഉണ്ടാവുന്നു. കോടതിയിൽ ആളുകൾ കേസ് കൊടുക്കുന്നു, കോടതി ഇടപെടുന്നു. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ അതിനെ തുടർന്ന് സംഭവിക്കുന്നു. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഇവർക്കൊക്കെ എന്തിന്റെ കടിയാടാ നിനക്കൊക്കെ കേരള സ്റ്റോറി എന്നും പറഞ്ഞുകൊണ്ട് പേര് കൊടുക്കാൻ? സത്യം പറഞ്ഞാൽ ഇന്ന് ഫിജിയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള സുവ എന്ന് പറഞ്ഞ പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു ഫ്ലെക്സ് ഞാൻ അവിടെ കണ്ടപ്പോൾ എൻ്റെ തോലി ഉരിഞ്ഞു പോയി. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. ഈ പടം കാണാൻ പോകുന്ന ഇവിടത്തുകാരായിട്ടുള്ള ഫിജിയൻസ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഈ പടം കാണാൻ പോകുന്നു. അവർ ഈ പടം അകത്ത് തിയേറ്ററിൽ കയറിയിരുന്ന് കാണുന്നു. എന്നിട്ട് അവരിതിനകത്ത് കാണുന്ന ഈ പ്രൊപ്പഗണ്ട മൊത്തം കേരളത്തിൻ്റെ മേലെയാണ് അടിച്ചമർത്തുന്നതെന്ന് ഓർക്കണം. ഇന്ത്യ അല്ല, കേരളത്തിൻ്റെ മേലെയാണ് ഈ പ്രൊപ്പഗണ്ട എല്ലാം അടിച്ചമർത്തുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടത്തിനെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? കേരളം, അതായത് നമ്മുടെ സർക്കാരൊക്കെ എന്ത് തേങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്ന് എനിക്കറിയാം. എനിക്കൊരു എന്താ പറയാ, ഒരു ഇതും കിട്ടുന്നില്ല. കേരളം, നിങ്ങൾ ഈ കേരള ടൂറിസം എന്നും പറഞ്ഞുകൊണ്ട് നാടായ നാട് മൊത്തം കാശ് മുടക്കി പരസ്യം ചെയ്യുന്നുണ്ടല്ലോ. അന്നേരം ഈ കേരളത്തെ പറ്റി ഈ നാട്ടിലുള്ള ആൾക്കാർ ഈ പടം കണ്ടിട്ട് അവരെങ്ങനെയായിരിക്കും ജഡ്ജ് ചെയ്യാന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. അവർ ഏത് രീതിയിലായിരിക്കും കേരളത്തെ ജഡ്ജ് ചെയ്യാന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? നമ്മൾ പറയും മാധ്യമ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യം എല്ലാം പറയും. അവിടെ എല്ലാ കോപ്പും വേണം. പക്ഷെ സ്വന്തം നാടിനെ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ തൊലിയുരിച്ച് കാണിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചളയും. ഈ കുറുപ്പേ മഹാ തൊട്ടിയാ. അവന് കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ഇവന് വേണേ ബംഗാൾ സ്റ്റോറിയോ അല്ലെങ്കിൽ വല്ല നോർത്ത് ഈസ്റ്റ് സ്റ്റോറിയോ അങ്ങനെ വല്ല ഇട്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പോട്ടെ, സൗത്ത് കേരള നിനക്ക് കേരളം റിലേറ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റോറി എന്തെങ്കിലും ഇട്. നീ എന്തിനാണ് കേരള സ്റ്റോറി നിടുന്നത്? നിനക്ക് ഇന്ത്യൻ സ്റ്റോറി എന്നിട്ടൂടെ, ഇല്ല സൗത്ത് ഇന്ത്യൻ സ്റ്റോറി എന്നിട്ടൂടെ? അവനെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ശരിക്കും നീ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച കുറെ ആൾക്കാരുണ്ടല്ലോ സ്റ്റേജിൽ വിക്ടിംസ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. അവർ വിക്ടിംസ് ആണോന്ന് തന്നെ അറിയില്ല. ഇനി ആണെങ്കിൽ തന്നെ അതിൽ എത്ര മലയാളികൾ ഉണ്ടാവുകയെ? അതിനോട് പ്രസക്തിയില്ല. കോടതി ഇടപെടണമെന്നാണ് ഞാൻ പറയുന്നത്. കേരള സ്റ്റോറി എന്നുള്ള പേര് മാറ്റണം. ഈ പടം റിലീസ് ചെയ്യാൻ സമ്മതിക്കരുത്. ഈ തിയേറ്ററുകാർ ഈ പടം ഓടിക്കരുത്. അങ്ങനെയൊക്കെ വേണം പ്രതികരിക്കാനായിട്ട്. ഇത്രയും വൃത്തികെട്ട ഒരു പടത്തിൽ മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇത്രയും വൃത്തികെട്ട ഒരു പടം